അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ കിതാബുൽ അഖീദയാണ്. കിതാബുൽ അഖീദയിൽ 4 പാഠങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. ഈ 4 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിപ്പിക്കാം. ഈ ബോക്സിൽ ഉത്തരങ്ങളുണ്ട്. വിദ്യാർത്ഥികൾ ചോദ്യം ശ്രദ്ധയോടെ വായിച്ച് ഇതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് ഓപ്ഷൻസുകൾ? നുബുവത്ത് ലഭിച്ചു, മനുഷ്യർ, അബ്ദുള്ള, അള്ളാഹു, മലക്കുകൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള ഉത്തരങ്ങൾ. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തത് ഭൂമി പടച്ചത് ആരാണ്? അള്ളാഹു ആണ്. ഭൂമി പടച്ചത് അള്ളാഹു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ ആരാണ്? അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാം വയസ്സിൽ നുബുവത്ത് ലഭിച്ചു, നബിയായി. അഞ്ചാമത്തത് മണ്ണിനാൽ പടക്കപ്പെട്ടു. ആര്? മനുഷ്യർ. 6 കാണപ്പെടാത്ത സൃഷ്ടികളാണ് മലക്കുകൾ. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ ഇതൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യണേ. ഇനി രണ്ടാമത്തത് പൂർത്തിയാക്കാം. അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ എന്ന് ഇവിടെ എഴുതണം. രണ്ടാമത്തത് നമ്മുടെ റബ്ബ് ആരാണ്? അള്ളാഹു ആണ്. നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു. ഇനി മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെയാണ്? മക്കയിലാണ്. നാലാമത്തത് പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആര്? മലക്കുകൾ. അപ്പോൾ ഇതൊക്കെ അവിടെ വിദ്യാർത്ഥികൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഉത്തരം എഴുതാം. എന്നെന്നുമുള്ളവനാണ് അവൻ. ആര്? ആരാണ് എന്നെന്നുമുള്ളവൻ? അള്ളാഹു ആണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയത് എങ്ങോട്ടാണ്? മദീനയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രാം വയസ്സിലാണ് വഫാത്തായത്? 63-ാമത്തെ വയസ്സിൽ. ഇനി 2 വീതം എഴുതാം. പ്രധാനികളായ മലക്കുകൾ. നമ്മൾ അവസാനത്തെ പാഠത്തിൽ 4 മലക്കുകളെ കുറിച്ച് പറഞ്ഞു, അല്ലെ? പ്രധാനികളായ 4 മലക്കുകളുടെ പേരുകൾ പഠിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസലാം, മീകായിൽ അലൈഹിസലാം, ഇസ്രാഫീൽ അലൈഹിസലാം, അസ്റായിൽ അലൈഹിസലാം. ഏതെങ്കിലും 2 മലക്കുകളുടെ പേരുകളാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പാഠഭാഗത്ത് ചിത്രസഹിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു, കേൾക്കാൻ ചെവി തന്നു, സംസാരിക്കാൻ നാവ് തന്നു, പിടിക്കാൻ കൈ തന്നു, നടക്കാൻ കാല് തന്നു. ഏതെങ്കിലും 2 അനുഗ്രഹങ്ങൾ എഴുതിയാൽ മതി. ഇനി അള്ളാഹു പടച്ച വസ്തുക്കളോ? അതും ധാരാളമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും അള്ളാഹു താല പടച്ചതാണ്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അറിയാമോ എന്ന പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൂക്കൾ പടച്ചതാരാണ്? മലകൾ പടച്ചതാരാണ്? അല്ലെ? അപ്പൊ പൂക്കൾ, മലകൾ, ആകാശം, ഭൂമി, മഴ ഇതെല്ലാം പടച്ചത് അള്ളാഹു ആണ്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി അടുത്തത് പൂരിപ്പിക്കാം. നമ്മളൊരു പാട്ട് പഠിച്ചിരുന്നില്ലേ അള്ളാഹുവിനെ കുറിച്ച്? അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു. അപ്പൊ അവിടെ വീണ്ടും അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. അല്ലാ അല്ലാ അല്ലാഹു. ഇനിയോ? ഫാത്തിറുൽ അർളി അല്ലാഹു ഖാലിഖുൽ ജവ്വി അല്ലാഹു. അവിടെ ഖാലിഖുൽ ജവ്വി അല്ലാഹു എന്ന് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ ഇതെല്ലാം നിർബന്ധമായും എഴുതി പരിശീലിക്കണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വേർതിരിക്കാം. നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കളും കാണാൻ പറ്റാത്ത വസ്തുക്കളും വേർതിരിക്കുകയാണ് വേണ്ടത്. ബ്രാക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? മദ്റസ, ജിന്ന്, മനുഷ്യൻ, മലക്ക്, പേന, പിശാച്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മദ്റസ കാണാൻ പറ്റും, മനുഷ്യനെ കാണാൻ പറ്റും, പേന കാണാൻ പറ്റും. ഇത് 3ഉം കാണുന്നവ എന്നുള്ള കോളത്തിൽ എഴുതുക. ഇനി ജിന്നിനെ കാണാൻ പറ്റൂല, മലക്കിനെ പറ്റൂല, പിശാചിനെ കാണാൻ പറ്റൂല. അത് കാണാത്തവ എന്നുള്ള കോളത്തിൽ എഴുതുക. ഇനി അവസാനത്തെ ചോദ്യം, അർത്ഥം എഴുതാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഈ അർത്ഥം അവിടെ എഴുതി കൊടുക്കുക. ഇതാണ് കിതാബുൽ അഖീദയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും
എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുക, എഴുതി പരിശീലിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.